വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള മുസ്ലിം മുജാഹിദീൻ മഹല്ല് പ്രസിഡന്റ്, ഭാരവാഹികൾ, മഹല്ലിലെ യുവാക്കളും യുവതികളുമായ സഹോദരി സഹോദരന്മാർ, വളരെ സന്തോഷകരമായുള്ള ഒരു സായാഹ്നത്തിൽ അല്ലെങ്കിൽ രാത്രിയിലാണ് ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് കൂടിയത്. ഒരു വലിയ പ്രസംഗം എൻ്റെ ലക്ഷ്യമല്ല. പള്ളിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി എന്ന നിലക്കും ആയുസ് ഇത്രയും കാലം ഈ പ്രദേശവുമായി ബന്ധപ്പെടാൻ ലഭിച്ച ഒരു വ്യക്തി, ഒരു അനുഗ്രഹീതൻ എന്ന രൂപത്തിലും ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. മുസ്ലിമീങ്ങളാണ് നമ്മളെല്ലാവരും തന്നെ. ഇസ്ലാമിൻ്റെ തുടക്കത്തെപ്പറ്റി നമ്മൾ ചരിത്രത്തിൽ ഒരുപാട് കേട്ടിട്ടുണ്ടാവാം. വളരെ 10 മിനിറ്റ് കൊണ്ട് എൻ്റെ പരിപാടി അവസാനിക്കുന്നു. പ്രവാചക തിരുമേനി കടന്നു വന്നപ്പോൾ ഇസ്ലാമിനെ ഏറ്റെടുക്കാൻ ആളില്ലാത്തൊരു കാലഘട്ടം റസൂലിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായി. വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ദാറുൽ അർഖമിൽ 5-6 ഒരു വിലയിലുണ്ടാവുന്ന ആൾക്കാർ അവർ കൂടി പുറത്തിറങ്ങിയാൽ അപകടകരമായുള്ള അവസ്ഥ തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള ഘട്ടത്തിലൂടെ ആരംഭിച്ച ഇസ്ലാം അഷ്ടദിക്കുകളിലും ഇന്ന് ഇസ്ലാം വ്യാപകമായി പ്രചരിച്ചു. എത്ര പെട്ടെന്ന്! 23 കൊല്ലത്തെ പ്രവാചക തിരുമേനിയുടെ പ്രബോധനം 40 വയസ്സ് മുതൽക്ക് 63 വയസ്സ് വരെയാണ്. നിങ്ങൾ യുവാക്കൾ മനസ്സിലാക്കണം, പ്രവർത്തിക്കാൻ ഏറ്റവും പറ്റിയ പ്രധാനപ്പെട്ട സമയം 40 വയസ്സിന് ശേഷമുള്ള കാലഘട്ടമാണ്. എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. ആ ഒരു കുറഞ്ഞ കാലഘട്ടം കൊണ്ട് ഇസ്ലാം മക്കയിലും മദീനയിലും മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താൻ വളർത്തിയെടുത്തിരിക്കുന്ന ഒരു സമുദായത്തെ കണ്ട് സന്തോഷത്തോടു കൂടി ലോകത്തോട് വിട പറയാൻ കഴിഞ്ഞ ഒരു പ്രവാചകന്റെ അനുയായികളാണ് നമ്മളൊക്കെ തന്നെ. എത്രയാണ് പ്രവാചക തിരുമേനിയും സ്വഹാബികളുമൊക്കെയും തൗഹീദിന് വേണ്ടിയുള്ള ത്യാഗപൂർണമായ ജീവിതം നയിച്ചത്. ആലോചിച്ചാൽ നമ്മൾ ആ ചരിത്രങ്ങൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും കണ്ണീർ വാർക്കേണ്ടി വരും. അത്രയുമാണ് ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി, ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തെ മാറ്റിവെച്ചത്. പട്ടിണിയും പ്രാരാബ്ധവും ശത്രുക്കളുടെ വർദ്ധനവും പലതരത്തിലുള്ള പീഡനങ്ങളും അനുഭവിച്ചുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തൊരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ തന്നെ. ഒരുപാട് ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടവരാണ് നമ്മളൊക്കെ തന്നെ. ഇവിടെ ജാബിർ റഹ്മാനി ഒരുപാട് കാര്യങ്ങളെ പറ്റി നമ്മൾ ബോധിപ്പിക്കുകയുണ്ടായി. ആ കാര്യങ്ങളൊന്നും പറയും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അങ്ങനെയുള്ള ഒരു സമൂഹത്തിന്റെ ആളുകളാണ് നമ്മളൊക്കെ തന്നെ. ഇന്ന് നിങ്ങൾ വിശാലമായ ഈ ഒരു മുറ്റത്ത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് നിങ്ങളെ സംബന്ധിച്ചൊരു പുതിയ അനുഭവമാണ്. ദാറുൽ അർഖമിൽ എങ്ങനെയാണ് ആദ്യമായി പ്രവാചക തിരുമേനി അനുയായികളും ചേർന്നത്, അതുപോലെയാണ് കൊട്ടപ്പുറത്ത് മുജാഹിദീങ്ങൾ ആദ്യമായി ഈ പ്രദേശത്തെ ഈ മൂത്തയാടത്തൊരു വീട്ടിലാണ് നമ്മൾ രഹസ്യമായി ഒരുമിച്ച് കൂടി ഈ ഒരു പ്രസ്ഥാനത്തിൽ തുടക്കം കുറിച്ചത്. ഈ വീട്ടുകാർക്കും ഈ കുടുംബങ്ങൾക്കും അതിൽ പാരമ്പര്യം അവകാശപ്പെടാനുണ്ട്. ഞാൻ ചെറിയ ഒരാളാണ് അന്നത്തെ കാലത്ത്. ഏതാണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞ ഞാൻ വാക്കുട്ടി ഞങ്ങൾക്ക് ഏതാണ്ട് ഒരേ കാലഘട്ടങ്ങളിൽ SSLC കഴിഞ്ഞ ആൾക്കാരാണ്. ആ സമയത്താണ് മൂത്തകത്തെ ഈ വീട്ടിൽ വെച്ച് ഒരു രാത്രിയിൽ യോഗം ചേർന്നു. നമുക്ക് സ്വന്തമായി ആരാധനയ്ക്ക് വേണ്ടി ജമാഅത്ത് വേണ്ട, സമയത്തിന് നമസ്കരിക്കാനൊരു പള്ളി, മറ്റുള്ളവർ ആട്ടും തുപ്പും കേൾക്കാത്ത രൂപത്തിൽ ഇവിടെയുള്ള യാഥാസ്ഥികരായ ആളുകൾ പലതരത്തിലുള്ള രൂപത്തിലുള്ള പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ സൃഷ്ടിച്ചപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചത് അതൊന്നും ഇല്ലാത്ത ഒരു ചെറിയൊരു ശ്രാമ്യ ഞങ്ങൾക്കുണ്ടായെങ്കിൽ എന്ന് കൊതിച്ചെഴുതിപ്പെട്ട ഒരാളാണ് ഞാൻ. നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടോ? അങ്ങനെ ചിന്ത നിങ്ങൾക്കുണ്ടോ? വേറെ ഒന്നും വേണ്ട, നമസ്കരിക്കാൻ ചൊറുക്ക് വേണ്ട, മിനാരം വേണ്ട. 37-35 ആളുകൾ കൂടി വരിയിട്ടുകൊണ്ടാണ് 2040-2040ഓളം രൂപ വരുന്ന സംഖ്യ സ്വരൂപിച്ചുകൊണ്ടാണ് ആദ്യമായി ഇന്ന് നമ്മൾ നമസ്കരിക്കുന്ന
പ്രദേശത്ത് ഒരു 3-4 സെന്റ് നമ്മൾ വാങ്ങുന്നത്. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര സമ്പത്തിന്റെ ഉടമകളാണ് നമ്മൾ. പള്ളി നിൽക്കുന്ന സ്ഥലം മാത്രമല്ല, ഒരു വലിയ കോംപ്ലക്സ് നമുക്കുണ്ട്, ഒരു മദ്രസ കെട്ടിടം വേറെയുണ്ട്, വഖഫ് സ്വത്തുക്കളായിട്ട് നമുക്ക് ധാരാളം ഭൂമികൾ, 12ഓളം ആധാരം നമ്മുടെ പക്കലുണ്ട്. 12-15 സൂക്ഷ്മമായിട്ട് സാധ്യത അറിയാം. അത്രയും സമ്പത്തിന് ഉടമകളാണ്. ഒരു 3 സെന്റ്, ഒരു 2 സെന്റ് കൊട്ടപ്പുറത്ത് പരിസരത്തിൽ കിട്ടിയെങ്കിൽ ആഗ്രഹിച്ച ആളുകൾക്ക് ഇന്ന് എത്രയാണ് നമ്മൾ സമ്പന്നരാണ്. അള്ളാഹു നമ്മെ ഒരുപാട് തരത്തിലുള്ള സൗകര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരു പള്ളി എടുക്കുന്ന വിഷയത്തിൽ 50 കൊല്ലം പിന്നിടുകയാണ് 2026. ഈ വർഷത്തിൽ മാർച്ച് 3/3/56 3/3/76 നമ്മുടെ പള്ളിയുടെ ശിലാസ്ഥാപനം നിർവഹിക്കുന്നത്. അവിടെ തൊട്ട് ശിലാസ്ഥാപനം നിർവഹിച്ച് അതിന്റെ തറയിൽ വെച്ച് പെരുന്നാൾ നമസ്കാരം നിസ്കരിച്ചു നമ്മൾ. എന്താണ് ഇതിനൊക്കെ സന്തോഷം. എന്നിട്ട് ആ പള്ളി പൊന്താൻ സാമ്പത്തിക വിഷമം ഉണ്ടായപ്പോൾ നമ്മുടെ ആളുകൾ, ഏതാനും ചില ആളുകൾ പല സ്ഥലങ്ങളിലും ചെന്ന് പണം സ്വരൂപിച്ചുകൊണ്ടാണ് ഒരു ചെറിയ ഒരു കെട്ടിടം നമുക്ക് ഉണ്ടാക്കിയത്. അത് ആളുകൾക്കൊക്കെ അറിയാം. ഇന്ന് നമ്മൾ ചെന്ന് കയറുന്ന 1ാമത്തെ ഫില്ലറിന്റെ ഭാഗമാണ് ആദ്യം നമുക്കുള്ള പള്ളി. പിന്നെ നമ്മൾ വികസനം നടത്തി, സൗകര്യങ്ങളായി. ആ തരത്തിൽ ആദ്യമായി ഒരു സിമന്റ് തേക്കാതെ, ചുമര് തേച്ചിട്ടില്ല, അടിയിൽ മണ്ണ് ആണ്. അതിന് സാധാരണ പരമ്പ് എന്ന് പറയും, മുള കൊണ്ട് മുളഞ്ഞുണ്ടാക്കുന്ന ഒരു സാധനന്റെ പഴയ കാലത്ത് അത് വിരിച്ച് അതിൽ സുജൂദ് ചെയ്താണ് നമ്മൾ 1ാമത്തെ പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് എന്ന് നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ അത്ഭുതം ഉണ്ടാവും. എന്നാലും നമ്മുടെ എല്ലാ ആളുകളും സമയത്തിന് പള്ളിയിൽ വരികയും മദീനയിലെ പള്ളി എങ്ങനെയാണോ പ്രവാചക തിരുമേനിയും എല്ലാ അർത്ഥത്തിലും ഒരു മഹല്ലിന് ആവശ്യമുള്ള എല്ലാ വിഭവങ്ങളും നമ്മുടെ കൈകളിലുണ്ട്. നല്ല കഴിവും പ്രാപ്തിയുമുള്ള വിദ്യാഭ്യാസ സമ്പന്നരായ നല്ല കുടുംബങ്ങൾ, നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ ധാരാളം നമുക്കുണ്ട്. ഗവൺമെന്റ് തലത്തിലും മറ്റു തലങ്ങളിലും നല്ല ജോലിയുള്ള ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. എന്ത് തരത്തിലുള്ള പരിവർത്തനം നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിർവഹിക്കുവാൻ പറ്റിയ ഒരു സന്നദ്ധ സംഘം ഇന്ന് നമ്മുടെ മഹല്ലിൽ നമുക്കുണ്ട് എന്നത് അഭിമാനിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ തരത്തിലൊക്കെ വളർന്നു വന്ന നമ്മൾ വാസ്തവത്തിൽ കഴിഞ്ഞ കാല സമൂഹങ്ങളിൽ ഇതിന് തുടക്കത്തിലുണ്ടായിരുന്ന ആളുകൾ വളരെ കഷ്ടപ്പെട്ട്, വളരെ പ്രയാസപ്പെട്ട്, കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഒരു പള്ളി എങ്ങനെ പണിയണം എന്ന കാര്യങ്ങളെ പറ്റിയുള്ള ദുഃഖകരമായ കാലഘട്ടം കഴിഞ്ഞു പോയി. നോക്കൂ നിങ്ങൾ, അതിനേക്കാണ് വലിയൊരു സംഭവം. ഒരു ഹൗദ് ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം നമുക്കുണ്ടായില്ല. ഫറോക്കില് ഏതോ ഒരു തോണി നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് ലോറിയിൽ വെച്ച് ഇവിടെ കൊണ്ടുവന്നു. ആ തോണി കല്ലുമ്മൽ വെച്ചിട്ട് അതിൽ വെള്ളം നിറച്ച് കോരി നടക്കുകയാണ്. മോട്ടറില്ല, കറണ്ടില്ല, വെളിച്ചില്ല. അങ്ങനെ അതിൽ കൊടുത്തിട്ട് നമ്മുടെ ആൾക്കാരൊക്കെ പാടെ കോരി നിറക്കുകയാണ്. രാത്രി വെള്ളം ഹൗദിലൊക്കെ നിറച്ച് സുബൈക്ക് ചെന്ന് നോക്കുമ്പോണ്ടാവും അതിൽ മനം ഇങ്ങനെ മറിയുന്നുണ്ടാവും. അതാണ് രസം. എന്നിട്ട് നമ്മുടെ കുഞ്ഞമ്മാക്ക എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അവരുടെ പേരക്കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. അദ്ദേഹം ഒരു പാലീസ് റാന്തല കൊണ്ടിട്ടുണ്ട്. ടോർച്ചില്ല, കാലം അങ്ങനെയാണ്, ടോർച്ച് വാങ്ങാൻ കഴിവില്ല. 1976-75 കാലഘട്ടങ്ങളിലുള്ള സംഭവമാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഈ റാന്തൽ ഇങ്ങനെ നോക്കുകയാണ് ആദ്യമായിട്ട് വെള്ളത്തിലേക്ക്. അപ്പം അദ്ദേഹം വിളിച്ചു പറയും, ആരും ഒന്നുണ്ടാക്കാൻ വേണ്ടി വരണ്ടോ, അടുത്ത വീട്ടിലൊടിക്ക് പോയി ഒന്നുണ്ടാക്കി പോവുകയാണ്. കാരണം ഇത് മലം വിസർജിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രസ്ഥാനം ഈ കൊട്ടപ്പുറത്ത് ഇല്ലാതെ ആവണം എന്നതിനു വേണ്ടിയാണ് ജനങ്ങൾ ശ്രമിക്കുന്നത്. രാത്രി സമയം പാർത്തിരുന്നുകൊണ്ട് അതിൽ വിസർജിച്ചുകൊണ്ട് നമ്മൾ ഏതൊക്കെ രൂപത്തിൽ ഉപദ്രവിക്കാൻ സാധിക്കുമോ അത്രത്തോളം ഉപദ്രവിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഈ നാട്ടിൽ യാഥാസ്ഥികരായ ആളുകൾ നിർവഹിച്ചിട്ടുണ്ട്. ഇന്ന് ആരെങ്കിലും നമ്മളങ്ങ് നോക്കുമോ? നിങ്ങൾ ആരെയും വിടുമോ അങ്ങനത്തെ ഒരു കാര്യം നടന്നാൽ? പക്ഷെ അന്ന് അതിന് ആളില്ല. അത്രത്തോളം കഷ്ടപ്പെട്ട് വളരെ പ്രയാസപ്പെട്ട് കണ്ണീരൊലിപ്പിച്ചുണ്ടാക്കിയ ഒരു സ്ഥാപനത്തിന്റെ പിൻഗാമികളാണ് നിങ്ങൾ ഈ വിഷയത്തെപ്പറ്റി ബോധവാന്മാരാകണം. പക്ഷേ ആളുകളിൽ നമ്മിൽ പലരും മരണപ്പെട്ടു പോയി. ത്യാഗം ചെയ്ത് ഒരുപാട് തരത്തിലുള്ള പ്രതിബന്ധങ്ങൾക്ക് തരണം ചെയ്തിരിക്കുന്ന ആളുകൾ,
ഇവിടെ ഒരുപാട് ചരിത്രത്തിന്റെ നമ്മുടെ അബ്ദുൾ റസാഖ് ബാക്കവി, നമുക്കറിയാം ബാക്കവി, നമുക്കറിയാം നമ്മുടെ പ്രദേശത്തിൽ അദ്ദേഹം കേരള ജമിയത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് സേവനം ചെയ്യുന്ന ആളാണ്. അദ്ദേഹം അന്ന് വഴിയിൽ വെച്ചിട്ട് സീപ്പിനെ ചോദ്യം ചെയ്തു. കൂട്ടത്തിൽ സീപ്പിന്റെ കൂടെയുള്ള ഒരാളാണ് ഞാൻ. അന്നെ എൻ്റെ ഒരു ഗുരുവാണ് സീപ്പി, എന്നെ മദ്രസയിൽ പഠിപ്പിച്ച ഒരു അധ്യാപകനാണ് സീപ്പി മർസൂദ്. ജീവിച്ചിരിക്കുന്ന എൻ്റെ ഗുരുനാഥന്മാരിൽ പെട്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഇങ്ങനെ വരികയാണ്. അപ്പോഴാണ് അക്കരക്കാരായ ആൾക്കാർ മുഴുവനും തന്നെ സീപ്പിനെ വലയം ചെയ്തുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഒരു ഫോണില്ല, മൊബൈലില്ല, ഒരു സന്ദേശം കൊടുക്കാനുള്ള ഞാൻ ബേജാറായി. ഓടി അങ്ങാടിയിലേക്ക് ഞാൻ ആദ്യമായി കടന്നു വന്നത് നമ്മുടെ അലജിയാജിയാണ്. മരിച്ചുപോയി, അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്തു കൊടുക്കുമാറാണ്. കുഞ്ഞുകോയ മാസ്റ്റർ, ബാപ്പു മാസ്റ്റർ, അതേമാതിരി ഇപ്പത്തോടുള്ള ആൾക്കാർ എല്ലാവരും ഓടി വന്ന് അങ്ങനെ സംരക്ഷണം നൽകിയ ഒരു കാലഘട്ടം. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അതിലൊക്കെ തന്നെ നമ്മളൊക്കെ തന്നെ വിജയം ഭരിച്ചു. ഇന്ന് അള്ളാഹു ആ ത്യാഗത്തിന്റെ ഫലമാണ് ഇന്ന് കൊട്ടപ്പുറത്ത് മറ്റ് ഒരു മഹല്ലിനും ഇല്ലാത്ത അത്ര എല്ലാ തരത്തിലുള്ള വിഭവങ്ങളും അള്ളാഹു താര നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതിനെ സംരക്ഷിച്ച് ഭാവി ജീവിതത്തിൽ എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ ഈ പള്ളി സ്ഥാപിച്ചത്. ഒരുപാട് പള്ളികൾ ഇവിടെയുണ്ട്. ആ പള്ളികളിൽ വ്യത്യസ്തമായ നമ്മുടെ പള്ളിക്കുള്ള പ്രത്യേകത എന്താണ്? അള്ളാഹുവിന്റെ നാമം വാഴ്ത്തുന്ന, തൗഹീദിൽ അധിഷ്ഠിതമായ, അന്ധവിശ്വാസങ്ങളില്ലാത്ത, അനാചാരങ്ങളില്ലാത്ത, വിശുദ്ധ ഖുർആനും തൗഹീദും ഖുർആനും സുന്നത്തും പ്രബോധനം ചെയ്യുന്ന നമ്മുടെ പ്രദേശത്തെ പള്ളികളിൽ വെച്ച് ഏകമായ ഒരു പള്ളി മാത്രമാണ് നമ്മുടെ പള്ളി. ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ അതിൻ്റെ എല്ലാ തരത്തിലുള്ള സഹായികളായി മാറണം. നിങ്ങൾ പുറകോട്ട് പോകാൻ പാടില്ല. ഇവിടേക്ക് എന്തൊക്കെ അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പള്ളി പൂർവോപരി ശക്തി പ്രാപിച്ചുകൊണ്ട് നമ്മുടെ പ്രദേശത്തെ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും മാതൃകയുള്ള ഒരു മഹല്ലായി പരിവർത്തിപ്പിക്കാൻ വേണ്ടി നിങ്ങളാൽ ആകുന്ന എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും നിങ്ങൾ ചെയ്യണം എന്ന കാര്യം മാത്രമാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഉണർത്താനുള്ളത്. ഇൻഷാ അല്ലാഹ് ഭാവി കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. നമ്മുടെ കമ്മിറ്റി ഉദ്ദേശിക്കുന്നത് 50 കൊല്ലം പൂർത്തിയായ ഈ മഹല്ല്, ഈ മദ്രസ, ഈ പള്ളിക്ക് ഒരു 50ാം വാർഷികം ആഘോഷിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ തൽപരരായിക്കൊണ്ട് അതിന് മുന്നോട്ട് വരികയാണെങ്കിൽ സമുചിതമായി നല്ല രൂപത്തിൽ നമ്മുടെ പ്രദേശത്തെ എല്ലാ ആൾക്കാർക്കും നന്മകൾ വരത്തക്ക രൂപത്തിലുള്ള ഒരു വലിയ സംഭവം, ഒരു സംരംഭമാക്കി നമുക്കിത് മാറ്റാൻ സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ കാര്യം നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ ഇനിയും ഇതുപോലെ മഹല്ലിന്റെ കീഴിൽ മഹല്ല് അതിനുവേണ്ടി നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ചെയ്യുവാൻ തയ്യാറാണ്. ആ തരത്തിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളും നിങ്ങളുടെ മക്കളും അതുപോലെ വളർന്നു വരുന്ന സമൂഹത്തിലും ഒക്കെ തടിയും യഥാർത്ഥത്തിലുള്ള വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും തൗഹീദും ഉൾക്കൊണ്ടുകൊണ്ട് വളരാനുള്ള ഒരു പുണ്യ കേന്ദ്രമാണ് നമ്മുടെ പള്ളി. ഇന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആസന്നമായ റമളാനിലും അതുമായി വട്ട സംരംഭങ്ങളിലും ഒക്കെ ഇതയും നിങ്ങളുടെ പങ്കാളിത്തം നിങ്ങൾ ഉറപ്പുവരുത്തണം എന്ന കാര്യങ്ങളെപ്പറ്റി ഈ സന്ദർഭത്തിൽ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തരത്തിൽ അനുഗ്രഹീതമായ ആളുകളാണ് നമ്മളൊക്കെ തന്നെ. അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ പിതാക്കന്മാരും നിങ്ങളുടെ വല്യപ്പന്മാരും ഒക്കെ ചെയ്ത ത്യാഗത്തിന്റെ അനുഭവങ്ങൾ, ഫലങ്ങൾ ആസ്വദിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതിനു വേണ്ടി സജീവമായി രംഗത്തിറങ്ങി ഇതിനെ സഹായികളായി തീരണം എന്ന കാര്യം ഒരിക്കൽ കൂടി നിങ്ങൾ അറിയിച്ചുകൊണ്ട് അത്തരം സംരംഭങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ തൗഫീഖും ദീർഘായുസ്സും ആരോഗ്യവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കിത് നേതൃത്വം നൽകിയ മരിച്ചുപോയ ഒരുപാട് മഹാത്മാക്കളുണ്ട്. അവരൊന്നും നിങ്ങൾക്കറിയുകയില്ല, പക്ഷേ അവരൊക്കെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അത്തരം ആളുകൾക്ക് റഹ്മാനായ റബ്ബേ മരിച്ചുപോയ പൂർവികരായ പ്രസിഡന്റുമാര്, സെക്രട്ടറിമാര്, അതുപോലെയുള്ള ഒരുപാട് കമ്മിറ്റി ആളുകൾ അവരൊക്കെ തന്നെ നിർവഹിച്ചിരിക്കുന്ന ത്യാഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മതിയായ പ്രതിഫലം നൽകി അവിടെ സ്വർഗലോകം, അതുപോലെ പരലോകത്ത് അവരുടെ ബർസഖി ജീവിതം അള്ളാഹു ധന്യമാക്കി കൊടുക്കുകയും അള്ളാഹു അവരുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്ത് അവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.